പാർട്ണറുടെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന് ശേഷം കൗൺസിലിംഗ് എടുക്കണോ വേണ്ടയോ എന്ന് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. പലപ്പോഴും പാർട്ണേഴ്സിൽ ഇവിടെ ഒരു പാർട്ണർക്ക് കൗൺസിലിങ്ങിന് ഒരു വില്ലിങ് ആയിരിക്കും, മറ്റേ പാർട്ണർ വേണ്ട, സാരമില്ല, ഞാൻ ഇനി അത് തെറ്റ് ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. ഇവിടെ തീർച്ചയായിട്ടും എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന് ശേഷം നിങ്ങൾ ഒരു കൗൺസിലിംഗ് പ്രോപ്പറായിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് മറ്റ് ഫാമിലി ഇഷ്യൂസിനെ പോലെയല്ല. നമുക്കൊരു ട്രസ്റ്റ് ഇഷ്യൂസ് വന്നാൽ അത് നമ്മളെ പല രീതിയിലും പല ട്രോമയിലോട്ടും കൊണ്ടുപോകും. ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, അതുപോലെ പാർട്ണറിലുള്ള ഒരു വിശ്വാസക്കുറവ്, ഇതെല്ലാം നിങ്ങളെ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ബാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഇമോഷണൽ ഇന്റിമസി അത് കുറയ്ക്കാൻ കാരണമാകും. ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ണർ പെട്ടെന്ന് ഒരു ദിവസം മറ്റൊരു വ്യക്തിയുമായിട്ട് ഡിസ്കണക്ട് ആകുകയാണ് ചെയ്യുന്നത്. ആ ഒരു ബന്ധത്തിൽ നിന്ന് അവർക്ക് തിരികെ നിങ്ങളിലോട്ട് ഒരു ഫിസിക്കലി ആണെങ്കിലും ഒരു ഇമോഷണലി ആണെങ്കിലും ഒരു ഇന്റിമസിയിലോട്ട് വരാനായിട്ട് അതിൻ്റെതായിട്ടുള്ള ടൈമും എടുക്കും. അപ്പം രണ്ട് കൂട്ടർക്കും കൃത്യമായിട്ട് ഉള്ള ഒരു ഇടവേളകൾ ആവശ്യകത തന്നെയുണ്ട്. അല്ലാതെ പെട്ടെന്ന് ഒരു തേർഡ് പാർട്ടി വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു സൊല്യൂഷൻ എന്നല്ലാതെ അവിടെ ഒരു ഹീലിങ്ങിനുള്ള ഒരു ടൈം കിട്ടുന്നില്ല. എന്നാൽ ഒരു പ്രോപ്പർ കൗൺസിലിങ്ങിലൂടെ നിങ്ങൾക്കിടയിൽ എന്തുകൊണ്ടായിരിക്കും പല കേസുകളിലും അവർ തമ്മിൽ പല പ്രശ്നങ്ങളിൽ നിന്നായിരിക്കും ഒരു അഫെയറിലോട്ട് പോലും പോയിട്ടുള്ളത്. ആ ഒരു പ്രശ്നങ്ങളെ ആ ഒരു റൂട്ട് കോസിൽ തന്നെ കണ്ടെത്തി അതിനെ പരിഹരിച്ച് ഇപ്പോൾ നടന്നിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും ഹീൽ ചെയ്യാൻ കൗൺസിലിംഗ് പോലെയുള്ള ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് തേടുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത്.